ഉൽപാദന മേഖലയ്ക്ക് ഊന്നൽ നൽകി കാർഷിക വികസനം, കുടിവെള്ളം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രഥമ പരിഗണന നൽകുകയാണ് ആറളം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. എടൂർ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനായി 75 ലക്ഷം രൂപ, ആറളം ഫാമിലെ പട്ടികവർഗ കോളനി പുനരധിവാസ മേഖലയിലെ വന്യമൃഗം ശല്യം തടയുന്നതിന് ഹാങ്ങിംഗ് ഫെൻസിംഗിന് 20 ലക്ഷം, ആറളം ഫാം പുനരധിവാസ മേഖലയിലെ കുടിവെള്ള വിതരണത്തിന് 1 കോടി രൂപ എന്നിങ്ങനെയും വകയിരുത്തിയിട്ടുണ്ട്. സേവന മേഖലയ്ക്ക് 10,57,351 രൂപയും, പശ്ചാത്തല മേഖലയ്ക്ക് 11,94,47,334 രൂപയും വകയിരുത്തുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രതീക്ഷിത വരുമാന സ്രോതസ്സുകൾ: പ്രാരംഭ ബാക്കി 47,48,821 രൂപ, നികുതി വരുമാനം 10,75,03,364 രൂപ, നികുതി ഇതര വരുമാനം 83,38,000, ജനറൽ പർപ്പസ് 2,46,14,000. ജനസൗഹൃദ ഫ്രണ്ട് ഓഫീസ് നിർമ്മാണത്തിന് 15 ലക്ഷം രൂപയും കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനും പ്രാമുഖ്യവും നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് തൊഴിൽ സംരംഭത്തിന് ധനസഹായം, ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് ധനസഹായം, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ സംരംഭം, കിടപ്പുരോഗികളെ വീട്ടിൽ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് വരുമാനദായക പദ്ധതി എന്നിവയും ബജറ്റ് ലക്ഷ്യമിടുന്നു. വനിതാ വികസനത്തിന് 75 ലക്ഷവും ഭിന്നശേഷി പദ്ധതിക്ക് 35 ലക്ഷവും വയോജന പദ്ധതിക്ക് 46 ലക്ഷവും വകയിരുത്തി. പാർപ്പിട മേഖലയ്ക്കായി 5,61 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അംഗനവാടികൾക്ക് പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് 45 ലക്ഷം രൂപയും വകയിരുത്തി. 21,73,814 രൂപയാണ് ചിലവ്. 48,86,85,450 രൂപയാണ് മിച്ചം. 62,37,185 രൂപയാണ്. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപയാണ്. അതുപോലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 3,75 ലക്ഷം രൂപയാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി 1,80 ലക്ഷം രൂപയുമാണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ.